വെൽക്കം ടു ഓൺ റോഡ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഓഡിയുടെ A4 എന്നുള്ള മോഡലാണ്. 2010 മോഡൽ വെഹിക്കിളാണിത്. ഇത് നമ്മുടെ RS4 കിറ്റ് കൺവേർഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. കസ്റ്റമർ വന്നിട്ട് എറണാകുളം ജില്ലയിലെ ആലുവ എന്നുള്ള സ്ഥലത്തുള്ള ആളാണ്. അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കസ്റ്റമർ ഓൺ റോഡ് പ്രിഫർ ചെയ്തത്. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കളർ എന്നുള്ളത് ക്യാൻഡി റെഡ് എന്നുള്ള ഒരു റയറായിട്ടുള്ളൊരു കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ RS4 കിറ്റ് വരും. പിന്നീട് നമ്മൾ ഹെഡ് ലാമ്പ് ടെയിൽ ലാമ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓൾറെഡി ഈ ഒരു വെഹിക്കിളിന് ഹെഡ് ലാമ്പ് ടെയിൽ ലാമ്പൊക്കെ ഒന്ന് ഡള്ളായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ അത് കംപ്ലീറ്റ് വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പും കൂടി റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വർക്കാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സിങ് വീഡിയോ, എങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, കിറ്റ് ഫിറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.
വെൽക്കം ബാക്ക് ടു ഓൺ റോഡ്. അപ്പോൾ നമ്മുടെ ഓഡി A4 ആണിത്. കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ചേഞ്ചാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. വണ്ടി ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി ഒരു ക്യാൻഡി റെഡിലേക്ക് മാറി. നല്ലൊരു കളർ ഓപ്ഷൻ ആയിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ തന്നെയാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുള്ളത്. A4 വൈറ്റ് വണ്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെഹിക്കിളിൽ കുറച്ച് ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ക്ലെയിം വർക്കുകളൊക്കെ ഈ ഒരു വെഹിക്കിളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി വൈറ്റിൽ നിന്ന് ക്യാൻഡി റെഡിലേക്ക് മാറി. ക്യാൻഡി റെഡ് പിയാനോ ബ്ലാക്ക് ഒരു ഫിനിഷാണ് ഈ ഒരു വെഹിക്കിളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും വരികയാണെങ്കിൽ ഈ ഒരു ബമ്പേഴ്സ് RS4 ബമ്പേഴ്സ് ആയിട്ട് കൊടുത്തു. അതുപോലെ തന്നെ RS4 ഗ്രില്ല് വന്നിട്ടുണ്ട്. RS4ൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മുടെ റിയർ പോർഷൻസ് വരുമ്പോൾ ഓഡിയുടെ ലോഗോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീക്രോം ചെയ്തിട്ടുണ്ട്. RS4ൻ്റെ ബമ്പർ വന്നു. ഇവിടെ നമ്മുടെ എക്സോസ്റ്റ് ടിപ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് ക്യാൻഡി റെഡ് ഫിനിഷ് ഈ ബാക്കിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന ബ്ലാക്ക് ചെയ്തു. അലോയ് വീൽസ് ഞാൻ പറഞ്ഞ പോലെ അലോയ് വീൽസ് ബ്ലാക്ക് ചെയ്തു. അപ്പോൾ ടോട്ടലി ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വളരെയധികം വണ്ടിക്ക് റോഡ് പ്രസൻസ് നൽകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു തീം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓഡീൻ്റെ ലോഗോ, ഫ്രണ്ട് ആൻഡ് ബാക്ക് ലോഗോ, ഈ ഒരു ക്രോം പോർഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തു. അതുപോലെ തന്നെ മിറർ കപ്സ് എടുക്കുകയാണെങ്കിലുണ്ടെങ്കിലും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ഗ്രിപ്പ് നമുക്ക് ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത്രയും ചേഞ്ചസ് കൊണ്ടുവന്നപ്പോഴേക്കും വണ്ടീൻ്റെ ലുക്കിൽ കാര്യമായിട്ടുള്ള മാറ്റം തന്നെ വന്നിട്ടുണ്ട്. റോഡ് പ്രസൻസിൽ കാര്യങ്ങളായിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.